ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. പലരുടെയും വിചാരം ഞാൻ ഭയങ്കര കോടീശ്വരനാണ് കേട്ടോ. കാരണം ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കാണുമ്പം പലരും വിചാരിക്കുന്നത് ഞാനൊരു കോടീശ്വരനാണ്, എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, ഇതൊക്കെ വെച്ചിട്ടാണ് യാത്രകൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട് എൻ്റെ കുടുംബം, ഈ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ ഞാൻ എന്താണെന്നുള്ളത്. ഇപ്പം വീട്ടിൽ തന്നെയുള്ള, പുറത്തൊന്നും പോകുന്നില്ല. ഇതാണ് വീട്ടിലെ മുമ്പിലുള്ള റോഡ്. ആ റോഡ് പോലെ ഇറങ്ങാതെ നമ്മളെ കോമ്പൗണ്ടിൽ തന്നെ ഉള്ളത്. ഇത്ര സമയം സിനിമകൾ കണ്ടിരിക്കലായിരുന്നു, വെറുതെ ഞാനും മാസിയെല്ലാം കൂടി സിനിമ കണ്ടിരിക്കും. ഇതൊക്കെയാണ് പരിപാടി കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടൊക്കെ കാണാം. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ വികാസ് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇരിട്ടി ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട്ടിലേക്കുള്ള ദൂരം. പിന്നെ ഇത് ഇവിടെ കാണാം, ഇതൊരു റോഡാണ്. ഈ ഒരു റോഡിൻ്റെ ഇവിടെയായിട്ടാണ് എൻ്റെ വീട്, ഈ കാണുന്നത് കേട്ടോ. ഇതെൻ്റെ പെങ്ങളുടെ വീടാണ്. നമുക്ക് 2 വഴികളുള്ളത്. ഒന്ന് ഇവിടെ നമുക്ക് സ്റ്റെപ്പിൻ്റെ വഴിയുണ്ട്, പിന്നെ അതുവഴിയാണ് വണ്ടികൾ കയറുന്ന വഴി. അതാണ്, ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പല ആൾക്കാരും ചില വീഡിയോസ് കാണുമ്പോൾ ചോദിക്കും ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്. ശരിക്കും ഇത് വാങ്ങിയതല്ല, ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു കസേരൻ്റെ ഈ കാല് പൊട്ടിയപ്പം എൻ്റെ ഉപ്പ പണിത ഒരു പരിപാടി ഇത്. കാരണം ഉപ്പ വിദ്യാഭ്യാസം കൊണ്ട് ഉപ്പ വളരെ കുറവാണ്, 4ാം ക്ലാസ്സിൽ പോയിട്ടും. പക്ഷേ തല ഭയങ്കര തലയാട്ടോ. അപ്പം ഒരുവിധം വീട്ടിലെ ഇലക്ട്രിക്കലായിക്കോട്ടെ അതുപോലെ ഒരുപാട് വർക്കുകളൊക്കെ ഉപ്പേനാട്ടോ ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യം, ഈ വീട് മുഴുവനായിട്ടും ഈ ഒരു വിധത്തിലാക്കിയത് എൻ്റെ ഉപ്പയാണ്. ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇത് തറവാട്ട് സ്വത്തായിട്ട് കിട്ടിയ ഒരു സ്ഥലമാണിത്. അപ്പം ഇവിടെ ഈ ചാണകം മെഴുകിയ തരത്തിലുള്ളൊരു ചെറിയൊരു വീടും 2 ബെഡ്റൂം എൻ്റെ ഓർമ്മയിൽ. അപ്പം അത് ഈ ഒരു ടൈപ്പിലാക്കിയത് എൻ്റെ ഉപ്പയാണ് കേട്ടോ. ഇത് ഞാൻ നട്ട മരമാണ്. ഇതിനുള്ള മാങ്ങയൊക്കെ ഉണ്ട്, ഞങ്ങളതൊക്കെ ഇട്ട് അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വണ്ടിയാ? ഓൻ്റെ ഓൻ്റെയാണ് ഇതിലുള്ളത്. ഇത് മാസിൻ്റെയാണ്, ഞാൻ മേടിച്ചെടുത്തത്. ഇത് എൻ്റെ ക്ലിക്ക്. ശരിക്കും ടൗണിലെ ലോക്കൽ ട്രിപ്പൊക്കെ പോകാൻ എടുക്കുന്നത് കേട്ടോ. 8-6 കിലോമീറ്റർ ഓടി. ഇതിൻ്റെ ടയർ ഉണ്ടോ? നിങ്ങൾ വാങ്ങിയ അന്ന് കമ്പനി തന്ന ടയറാണ്. ആ ടയറിന് ഒരു തേയ്മാനം ഇല്ല. 8000 സംതിങ് കിലോമീറ്റർ ഓടി. ഇത് എൻ്റെ പെങ്ങളുടെ ഭർത്താവിന് വണ്ടി കേട്ടോ. നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇതെൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. 2015 ഞങ്ങളിത് വാങ്ങിയത്. 2016 ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ഫൈനാൻസാണ്, ലോണാണ്. ഇപ്പോഴും ലോൺ അടച്ചടിച്ച് പോകുന്നത്. ഇവിടെയാണ് എൻ്റെ ബൈക്സിൻ്റെ പാർക്കിങ്. അവിടെ അതുള്ള എൻ്റെ വണ്ടിയാണ്. ഇത് ഞങ്ങളുടെ വണ്ടിയല്ല, ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഒരാളുടെ വണ്ടിയാണ്. അവൻ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ 66-310 കേട്ടോ. നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടില്ല, അതാണ് പുറത്തിറക്കാൻ വേണ്ടി. പിന്നെ ഇതെൻ്റെ ബെനലിൻ്റെ ഒന്ന് ഇവിടെയുണ്ട്. പിന്നെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ഈ കിടക്കുന്നത് ഒരു പൾസർ 220 ആണ്. ഇത് ഞങ്ങളുടെ വണ്ടി തന്നെയാണ്. ഏകദേശം ഒരു കുറേ വർഷം 2012-2013 കാലഘട്ടത്തിലെങ്ങാണ്ട് വാങ്ങിയ വണ്ടി ഇത്. പക്ഷേ ഇതാരും ഉപയോഗിക്കാണ്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇത് അനിയനെ ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് വാങ്ങിയതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ വരുമ്പോൾ ഇടയ്ക്ക് ഓടിക്കുന്നതല്ലാതെ അങ്ങനെ ആരും എടുക്കലില്ല. നമ്മളൊരു സാധനം വിൽക്കാറില്ല. എൻ്റെ വീടിൻ്റെ പുറകുവശമാണിത്. അതാണ് നമ്മുടെ കഥ പറയുമ്പോൾ ടെൻറ്റ്. അവിടെയാണ് ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് വീടിൻ്റെ പുറകുവശം. അപ്പോൾ ഇതൊക്കെ ഉമ്മാരെ കൃഷിയാണ്. ചീരയാണിത്. ചീരയൊക്കെ നടുന്നുണ്ട്. പിന്നെ ഉമ്മാരെ വിറക് വര. എല്ലാ വീട്ടിലും നമ്മളൊരു കൂടാന്ന് പറയും, കണ്ണൂർ ഭാഷയിൽ കൂടാന്ന് പറയും. അത് ഞങ്ങളുടെ ഒരു പുറത്തെ ടോയ്ലറ്റ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്ഥലം, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഏതായാലും വീടിൻ്റെ അകത്തേക്കായിരുന്നു കേട്ടോ. അതിന് മുമ്പ് ഈ വശം കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ഒരു നെയ്ബറാണ്, ഞങ്ങൾ താമസം കുറവാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സൈഡ്. വീടിൻ്റെ അകത്തേക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പിന്നെ നിങ്ങൾ ഈ കാണുന്നുണ്ടോ, ഇതാണ് നമ്മുടെ കഥ പറയുമ്പോൾ എന്നുള്ള ആ സീരീസിന് ഞാൻ ഉപയോഗിക്കുന്ന ട്രൈപ്പോഡാണ്. ഒരുപാട് ആൾക്കാർ പല പ്രശ്നങ്ങളും പറഞ്ഞിരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാം, മരത്തിൻ്റെ കമ്പൗണ്ട് കെട്ടിയിട്ട് ഞാനൊന്ന് സ്റ്റൈലാക്കിയിട്ടുള്ളത്. കാരണം ഈ സമയത്ത് നമുക്ക് വേറെ ഒന്നും വാങ്ങാൻ കിട്ടില്ലോ. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ റിയാനേ, ഇവൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വാതിൽ തുറന്ന ഇവൻ എഴുന്നേറ്റ് ഓടാൻ നിൽക്കും. ഈ ഗീൽസ് ഇട്ട് തന്നെ ഇവരൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് തുറന്നു ഇതേ വരുന്നുണ്ട്. ഉള്ളിലേക്ക് വാ. പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം മാസിമോൻ ഇവിടെ ഉണ്ട്. മാസിമോനെ ഹായ് പറ. കൊറോണ എന്താ തിന്നായിട്ട് വരുന്ന കൊറോണ വരാണ്ടിരിക്കാൻ ചെയ്യണ്ടേ? സോപ്പല്ലേ, ഹാൻഡ് വാഷ് അല്ലേ, സാനിറ്റൈസർ എന്തെല്ലാം ഉപയോഗിച്ചിട്ട് കൈ കഴുകുക. വേറെ എന്താ ക്യാമറ നോക്കിയിട്ട് വരാം. ഹാൻഡ് വാഷ് ശരി, ഇന്റെ ചാനൽ നമുക്ക് പറയാം. റിയാനെ, നമ്മുടെ പ്രിയപ്പെട്ട വെല്ലുമ്മ
വെല്ലുമാക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞോ, ഹായ് പറ. ഹായ്. അപ്പോൾ ഇത് നമ്മൾ വെല്ലുമ്മയാണ്, റയാന്, മാസി. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലത്തെ ഏറ്റവും ചെറിയ മക്കൾ കേട്ടോ. ഈ 3 മക്കളാണ് നമ്മുടെ വീട്ടിലത്തെ ചെറിയ മക്കൾ. നമ്മൾ കയറുമ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. പിന്നെ എനിക്ക് ഓരോരോ ആൾക്കാർ തന്ന സമ്മാനങ്ങൾ ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വളരെ ചെറിയൊരു വീടാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ വീടൊന്നുമല്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ സോഫയുണ്ട്. ഈ ഇടതുവശം കാണുന്നതാണ് എൻ്റെ ബെഡ്റൂം. ഇതിനകത്ത് നിങ്ങൾ കയറണ്ട, എത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും എൻ്റെ കളി കൊണ്ട് വൃത്തിയില്ലാത്ത അവസ്ഥയാണ്. പിന്നെ വണ്ടിയുടെ താക്കോലൊക്കെ ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ വ്ളോഗിങ് റൂം ആട്ടോ. ഇങ്ങനെ കണ്ടോ, ഇവിടെ നിന്നാണ് എഡിറ്റിങ്ങും മറ്റതും കുറച്ചൊക്കെ ചെയ്യുന്നത്. പക്ഷേങ്കിൽ എത്ര വൃത്തിയാക്കിയാലും 10 മിനിറ്റ് കൊണ്ട് ഞാനത് ഈ കോലത്തിലാക്കി വിടും. പിന്നെ ഇത് ഒരു പണിയിലാണ്ട് ഇരിക്കുമ്പോൾ ഞാൻ ഇരുന്ന് ടി വി ആണുള്ളത് തന്നെ. ഇതൊക്കെയാണ് എൻ്റെ ബെഡ്റൂമിലെ കാഴ്ചകൾ. പിന്നെ അത് എൻ്റെ ബ്രദറിൻ്റെ റൂമാണ്. അതുപോലെ ഇവിടെ ഉമ്മാൻ്റെ റൂമുണ്ട്. പിന്നെ ഇത് നമ്മളെ വെല്ലുമ്മാൻ്റെ റൂമാണ്. അപ്പം എല്ലാവർക്കും ഓരോ മുറികളുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആയത് നമ്മളവിടെ സ്റ്റെയർ കേസ് റൂമുണ്ട്. ഇത് എപ്പോഴെങ്കിലും മുകളിൽ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ ഇത് ഈ റയാനെ മുകളിലേക്ക് കയറാനെടുക്കാൻ വേണ്ടി വെച്ചാട്ടോ. ഇത് പുതിയ ടയറാണ്. ടിംസൺ കമ്പനി അപ്പാച്ചയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് തന്ന ടയർ. അവരാണ് എനിക്ക് ടയർ തന്നിട്ടുള്ളത്. അപ്പോൾ അത് അവൻ മുകളിൽ കയറാൻ വേണ്ടി ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണ് കൈകാര്യം ചെയ്യുന്നത് ഉമ്മയും വൈഫുമാണ്. ഇവിടെ കണ്ടോ, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല മണവും നല്ല വൃത്തിയായിരിക്കും. കാരണം എപ്പോഴും തുടച്ച് വൃത്തിയായിക്കൊണ്ടേയിരിക്കും. ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത ഫ്രിഡ്ജാണ്. പിന്നെ ഇത് വർക്ക് ഏരിയ ആണ് ഈ വശത്തായിട്ട് വരുന്നത്. ഇതാണ് ഞങ്ങളുടെ വർക്ക് ഏരിയ. ഇവിടെ നിന്നാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും നമ്മൾ ട്രഡീഷണലായിട്ട് പഴയ വിറകടുപ്പ് ടൈപ്പിന് അധികം ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ കാണാം വിറകടുപ്പ് ടൈപ്പിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വിറകാണ് നേരത്തെ കാണിച്ചത് ആ ഒരു കൂടയിലായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലത്തെ കാഴ്ചകൾ. അപ്പം ശരിക്കും ഈ വീട് പണിതത് എൻ്റെ ഉപ്പയാണ്. നമ്മളാരുമല്ലേ, നമ്മളൊന്നുമല്ല. ഇത് ഇങ്ങനെ ആയിരുന്നില്ല വീട്. ഞങ്ങൾ ഇവിടെ വരുമ്പം ശരിക്കും ഉമ്മാക്ക് തറവാട്ട് വകയായിട്ട് കിട്ടിയ ഒരു വീടാണിത്. അപ്പം നമുക്ക് കിട്ടുമ്പോൾ ഏകദേശം ഒരു 2 മുറിയും നിലത്ത് ചാണകമൊക്കെ മെഴുകിയ ഒരു 8 സെൻറ്റ് സ്ഥലം ഒരു ചെറിയ വീടുമായിരുന്നു. അങ്ങനെ ഉപ്പ സൗദിയിൽ പോയി അവിടുന്ന് കഷ്ടപ്പെട്ട് ഉപ്പ സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഈ വീട് നിലയിലാക്കിയത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതവും ഇപ്പം എൻ്റെ ശരീരത്തിൽ ഓരോ ചോരകൾ വരെ ഗൾഫ് ലോകത്ത് നിന്ന് വന്ന പണം കൊണ്ടുണ്ടായതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ പ്രവാസികളിലായിരുന്നെങ്കിൽ, അല്ല എൻ്റെ ഉപ്പ ഒരുപക്ഷെ ഗൾഫിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഈ വീടൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പോഴും നമ്മൾ ആ പഴയ ചാണകം മെഴുകിയ വീട്ടിൽ തന്നെ കഴിയുമായിരുന്നു. അതിനോട് ചാണകം മെഴുകിയ വീട് എന്ന് പറയുമ്പോൾ അത് ശരിക്കും നല്ല രസമാട്ടോ. നല്ല ഓടും ചാണകം മെഴുകിയൊക്കെ ഇടുമോ. എനിക്കൊക്കെ ഇനി വീടെടുക്കുമ്പോൾ അങ്ങനത്തെ വീടിനോട് താല്പര്യം. അപ്പം വേറെന്താ പറയാം, പിന്നെ ഒരുപാട് ട്രാവൽ ചെയ്തതുകൊണ്ടും ഒരുപാട് ആൾക്കാരുടെ വീടുകൾ കണ്ടതുകൊണ്ടും പിന്നെ പറയുകയാണ് നമ്മളൊക്കെ ഭാഗ്യം ചെയ്തിട്ടാണ്. കാരണം നമുക്ക് ഒന്നുമില്ലെങ്കിൽ നിൽക്കാൻ ഒരു വീടും, ഇപ്പം കൊറോണയുടെ സമയത്ത് തന്നെ നമുക്കിവിടെ 3-4 റൂമുകളിലെ വീടും കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പല സ്ഥലങ്ങളിലും ഇപ്പം ഗൾഫ് പ്രവാസികളുടെ ഇടയിൽ തന്നെ പലരും നാട്ടിൽ ചിലപ്പോൾ 5 മുറികളൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ അവരുടെ ഗൾഫിലെ റൂമുകളിൽ ഒരു റൂമിൽ 5 പേരൊക്കെ ആയിരിക്കും താമസിക്കുന്നുണ്ടാവും. അപ്പം ഒരു സെൽഫ് ക്വാറന്റൈനിൽ പോകാനുള്ള ചാൻസ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും നമ്മളെക്കാളും താഴ്ന്ന ലെവലിൽ ആൾക്കാർ നോക്കുക. അപ്പം നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും. നേരെ മറിച്ച് നമ്മുടെ അയൽവാസി ഒരു നിലയുടെ മുകളിൽ ഒരു ഹൈറ്റ് പൊക്കിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിനേക്കാളും വലിയ ഹൈറ്റിലുള്ള വീട് എടുക്കണം എന്ന് ചിന്ത വരുമ്പോഴാണ് നമുക്ക് ലൈഫിൽ തകർച്ചകൾ വരുന്നത്. ജീവിക്കാൻ ചിലവ് കുറച്ച് ചിലവ് മതി ജീവിക്കാൻ. പക്ഷേങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുമ്പോഴാണ് ചിലവ് വിടുന്നത്. ഒരുപാട് ഹാപ്പി ആട്ടോ. എനിക്ക് നല്ലൊരു വീടുണ്ട്, എല്ലാം ഉണ്ട്. ഒരിക്കലും ഞാനൊരു പണക്കാരനല്ല. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. കടങ്ങളില്ല, കടപ്പാടില്ല. നമുക്ക് വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്താ പറയുക, വലിയ ഷോ ഓഫ് അല്ലെങ്കിൽ എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെന്തോ സംഭവമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഹാപ്പിയാണ് എല്ലാവരും. ഇതേപോലെ ഇങ്ങനെ വലിയ ഇവരും കളിക്കുന്നുണ്ടോ, ഇത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ജീവിതം. ഇവർ രണ്ടാളും ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അവർ രണ്ടാളും, ഒരാൾ ഇവിടെ ഉണ്ട്, ടാബിൽ കളിക്കുന്ന ഒരുത്തരുണ്ട് ഇവിടെ. ഇതൊക്കെ കൂടി പട്ടിണി അടക്കാതെ 3 നേരം ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി ഞാൻ വലിയ പൈസക്കാരനൊന്നല്ലെന്ന്. ഞങ്ങളൊക്കെ തുടക്കത്തിലെ 0-ൽ നിന്നും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് കഷ്ടപ്പെട്ട് ഈ ലെവലെത്തിയത്. പക്ഷേങ്കിൽ ഈ ഒരു ലെവൽ എത്തിയത് എൻ്റെ ഉപ്പ കാരണം മാത്രമാണ്, വേറെ ആരുമല്ല. ഉപ്പ സൗദിയിലൊക്കെ പോയി വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പിന്നെ പണം കൊണ്ടാണ് നമ്മുടെ ജീവിതം ഈ ഒരു ലെവലിൽ എത്തിയത് കേട്ടോ. അല്ലാതെ ഞാനൊന്നും ഒരിക്കലും പിന്നെ എന്താ പറയുക, ഞാൻ കഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയില്ല. ഇപ്പം ഞാൻ കഷ്ടപ്പെടാൻ തുടങ്ങുന്നുണ്ട്. കാരണം ഇനി നമ്മളാണല്ലോ അവരെ നോക്കേണ്ടത്.
പിന്നെ അപ്പോൾ എല്ലാവരോടും നിങ്ങളോടും കൂടി പറയാനുള്ളത് യാത്രകൾ പോകാനൊരിക്കലും നമുക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ട്, വലിയ പണത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വലിയ പണത്തിൻ്റെ ആവശ്യം വരുന്നത് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, എങ്ങനെ പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. കാരണം യാത്രകൾ പോകാൻ ചിലവില്ല, പക്ഷേങ്കിൽ ഒന്നുകൂടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് നമുക്ക് ചിലവ് കൂടുന്നത്. അപ്പോൾ നമുക്ക് വില കൂടിയ ഹോട്ടൽ വേണ്ടി വരും, വില കൂടിയ സ്ഥലങ്ങൾ വേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേണ്ടി വരും. അതൊന്നും വേണ്ടല്ലോ, നമുക്ക് പോവുക, എൻജോയ് ചെയ്യുക, വരിക, അത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിലേക്കൊക്കെ വരുന്നവർക്ക് ഓൾവേസ് വെൽക്കം. ഒന്നും കൂടി പറയാം, ഈ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വികാസനഗറിലാണ് എൻ്റെ വീട്. കൊറോണ കാലം കഴിയുന്നവരാരും വരണ്ട, പിന്നെ ഈ സമയത്ത് ആരും വരണ്ട, എല്ലാവരും നാട്ടിൽ തന്നെ നിൽക്കുക കേട്ടോ. എവിടെയും യാത്രകളൊക്കെ ചെയ്യാതെ പരമാവധി വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വീഡിയോസും തൽക്കാലത്ത് ഇടാനില്ല. റിയു അപ്പോൾ വ്ളോഗ് ചെയ്തിട്ട് റിയു എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. റിയു ഒരു ഹായ് പറ, ഹായ് പറ. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി, സപ്പോർട്ടിന് ഒരുപാട് നന്ദി. പിന്നെ ഞാനും മതി. അപ്പം അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം. മസി ഹായ് പറ. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോരുത്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.